വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ പുതിയൊരു വീഡിയോ അയച്ചാണ് ഞാൻ എത്തിയിരിക്കുന്നത്. രാവിലെയായി നമ്മൾ എണീച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കുമോ പാടുന്ന് കഴിക്കുമോ ഒന്നും അറിയില്ല. സോ അതൊക്കെ കഴിച്ച് നമ്മളിനി നേരെ ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ താഴത്തെ കടയിൽ നിന്ന് ഒരു ചെറിയൊരു വടയും കോഫിയും കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയി ഒരു കോഫിയും വടയും മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലീല തിരിച്ചെത്തിയിരുന്നു. ഒരു ട്രാജഡി ഉണ്ടായിരുന്നു അവളുടെ ലൈഫിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ആൾ തിരിച്ചെത്തിയതാണ്. അപ്പം ഞാൻ മറ്റൊരു വീഡിയോയിൽ എവിടെയെങ്കിലും ഷെയർ ചെയ്യാം. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. ലീല അത്ര അങ്ങോട്ട് ഹാപ്പി ആയിട്ടില്ല, ബട്ട് ഷീ ഈസ് ഗെറ്റിംഗ് ബെറ്റർ. പിന്നെ കൗശർ അവളുടെ പുതിയ ബാഗ് കാണിക്കേണ്ട വളരെ തിരക്കിലാണ്. ഇന്നലെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ബാംഗ്ലൂർ സ്ട്രീറ്റ് ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ ആൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കാഷ്വലായിട്ട് നമ്മൾ മിറർ കണ്ടാൽ എടുക്കുന്ന ഒരു സെൽഫി, അതാണിത്. അങ്ങനെ ഇന്ന് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സസ് ആയിരുന്നു. നമ്മളുടെ റാണ സാറാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കുറച്ച് ടഫാണ് ആൾ. പക്ഷെ അടിപൊളി ക്ലാസ് ആയിരുന്നു. ആൻഡ് അതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻസും തിയറിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വീഡിയോസൊന്നും എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സമയത്തുള്ള വീഡിയോസൊന്നും എടുക്കാണ്ടിരുന്നത്. ഡെമോ ഫില്ലേഴ്സൊക്കെ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിരുന്നത്. അപ്പം തിയറിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രാക്ടിക്കൽ സെഷനും കഴിഞ്ഞ് അപ്പോൾ കോഫി കുടിയൊക്കെ ഇന്ന് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ടൈം കിട്ടിയായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ലഞ്ചിലോട്ടാണ് പോയത്. ലഞ്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദിവസമായി ഗീ റൈസ് ജീര റൈസൊക്കെ കഴിക്കുന്നത് എനിക്കാകെ മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് റൈസും ഫിഷ് കറിയും എടുക്കാമെന്ന്. ഫിഷ് കറി എന്ന് പറഞ്ഞിട്ട് അവർ ഫിഷ് ചെട്ടിനാട്, അത് മീൻ ചെട്ടിനാടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇതുവരെ മീൻ ചെട്ടിനാട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ ചെട്ടിനാടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മീൻ ചെട്ടിനാട് ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ആക്ച്വലി അതിൻ്റെ ഫ്ലേവർ എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ കാണാൻ ഇത് നമ്മളുടെ എന്താ പറയുക ചിക്കൻ വറുത്തരച്ച കറിയൊക്കെ പോലെ ഉണ്ടെങ്കിലും കഴിക്കാൻ അതുപോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, കമ്പാരിറ്റീവ്ലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഒരു ബട്ടർ ചിക്കൻ പോലത്തെ ഒരു കറിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നും കുറച്ച് കറി മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ സൂപ്പ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വെജ് സൂപ്പാണ്. എല്ലാം വെജാണ് ഉണ്ടാവുക. ഇങ്ങനത്തെ സൈഡ് ഡിഷസ് മാത്രമേ ചിക്കനിലോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സൂപ്പൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പോലെ വെജിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഒരു നല്ലൊരു സൂപ്പായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മഷ്റൂംസ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു സൂപ്പായിരുന്നു. ിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിക്കനും പനീർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ആയിരുന്നു അത്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ഒരു ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി സ്റ്റാർട്ടറായിരുന്നു. അപ്പം ഞാൻ സ്റ്റാർട്ടേഴ്സിൻ്റെ അകത്തുനിന്ന് ആകെ ഒരു സൂപ്പും ഒരു ചിക്കൻ്റെ ചില്ലി ചിക്കൻ എന്നാണ് തോന്നുന്നു പേരുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ കോഴ്സ് വന്നിട്ട്. റൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെ കുറച്ച് സാലഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പിക്കിൾ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ആസ് യൂഷ്വൽ ഡെസേർട്ട്സ് കുറേ ഐറ്റം ഉണ്ട്. ഇത് എനിക്ക് വേണ്ടി മാത്രം എടുത്തതല്ല കേട്ടോ, അത് നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരു പ്ലേറ്റിലുള്ള ടൈം ഉണ്ടായിരുന്നില്ല. മഡ് പുഡിംഗ് ഉണ്ട്, പിന്നെ ഗുലാബ് ജാമുൻ വേറൊരു ഷേപ്പിലാണ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കേക്ക് ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ വേറെ എന്തോ ഒരു പേസ്ട്രി ടൈപ്പ് ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. നല്ല ഫ്ലേവേഴ്സ്, പ്രത്യേകിച്ച് മധുരമുള്ള ഫ്ലേവേഴ്സ് എനിക്ക് അത്ര അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ടേസ്റ്റ് ഉണ്ടെന്നാണ് മറ്റുള്ളവരൊക്കെ പറയുന്നത്, പക്ഷേ എനിക്ക് കഴിച്ചപ്പം എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ആകെ ഇഷ്ടമുള്ള ജാമുൻ മാത്രമാണ്. ചിലപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗുലാബ് ജാമുൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഒരു അഡ്ജസ്റ്റബിൾ ആണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് തന്നെ ആയിരിക്കും കുറച്ച് നേരം കൂടി.
ലേസറാണ് കോസ്മെറ്റോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വന്നിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് തരം വെറൈറ്റീസ് ഓഫ് ലേസർ ടെക്നോളജീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഭയങ്കര വാസ്റ്റാണ് ലേസർ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്. പക്ഷേ അതിൽ തന്നെ എന്താ പറയുക, നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പം ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിലും അത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് വരികയാണ്. എന്നിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ, ഇനിയും ഉണ്ട് ഒരുപാട് ടൈപ്പ് വന്നിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് NDA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേസറാണ്. അപ്പം അതിപ്പോൾ ഒരു കൂടുതൽ സ്കാറിങ് ഉള്ളൊരു പേഷ്യൻറ്റിന് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറൻ്റ്. അങ്ങനെ മീൻവൈൽ എൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. റാന സാറാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് പേരെ മാത്രമേ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുള്ളൂ. ഏകദേശം ഒരു 30ഓളം ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളൊന്ന് എന്താ പറയുക, കുറച്ച് ഇൻട്രോവേർട്ടാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, സംസാരിക്കാനൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് പേരെടുത്ത് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു എന്താ പറയുക, ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞൊരു ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു ടീയോ കോഫിയോ കുടിക്കാമെന്ന് വെച്ചു. പിന്നെ കോഫി ഇവരുടെ ഭയങ്കര അബദ്ധമായതുകൊണ്ട് ഒരു ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പാലൊക്കെ വാങ്ങിച്ചു. പക്ഷേ ടീ ബാഗ് കുത്തിക്കയറ്റാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര ഫ്രോത്തി ആയിട്ടുള്ളൊരു പാലായിരുന്നു. അതുകൊണ്ട് നല്ല ഫ്ലോപ്പ് ചായ കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് നല്ലൊരു കുക്കിയൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇറങ്ങുമ്പം ഒരു 7:30 അങ്ങനെ ആയിട്ടുണ്ട്. അവർക്കൊക്കെ ഇനി ഒരു 2 ഡേയ്സും കൊണ്ട് ക്ലാസ് ഉണ്ട്. എൻ്റെ സെഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ റൂമിലേക്ക് ഒരു പിസയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിസയും കൂടെ കഴിച്ചിട്ട് നേരെ ഇനി ബസ് കയറണം. ബസ്സിലാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പം അതാണ് ഡൊമിനോസ് പിസയൊക്കെ ഓർഡർ ചെയ്തത്. നല്ല യമ്മി പിസയായിരുന്നു. പെട്ടെന്ന് തന്നെ എത്തി. ഒരു 30 മിനിറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കൊരു 20 മിനിറ്റ്സ് കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്രയും ഫാസ്റ്റായിട്ട് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. സ്വിഗ്ഗിയാണ്. അപ്പം എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ റെഡിയായി നിൽക്കുകയാണ്. ഇനിയിപ്പം ഊബർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാനും സ്റ്റെഫിയും കൂടിയാണ് എൻ്റെ ബസ്സിൻ്റെ സ്റ്റേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ സ്റ്റെഫിയുടെ വീടും അതിൻ്റെ അടുത്താണ്, ബസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. മടിവാളയിലാണ് അവളുടെ ഇത് വരുന്നത്. അപ്പോൾ സേവറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ വോൾവോസ് ഒക്കെ നിർത്തുക. അപ്പം നമ്മുടെ മടിവാളയിലെ സേവറിയുടെ ഓപ്പോസിറ്റ് ആയിട്ട്. അങ്ങനെ ഞാൻ ബസ്സൊക്കെ ബോർഡ് ചെയ്തിട്ടുണ്ട്. നേരെ നാട്ടിലോട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ലാസ്റ്റ് ഡേ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കമൻറ്റ് ചെയ്യണം, മറന്നു പോകരുത്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് ഇനിയൊരു പുതിയൊരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നവരെ ടിൽ ദെൻ ബൈ.